നമസ്കാരം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ കേന്ദ്രത്തിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അണക്കെട്ട് സുരക്ഷിതമാണെന്ന വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജിയിലാണ് കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്. ഡാം സുരക്ഷാ നിയമപ്രകാരം എന്തെല്ലാം നടപടികൾ എടുത്തുവെന്ന് അറിയിക്കാനാണ് കേന്ദ്ര സർക്കാരിന് നൽകിയ നോട്ടീസിൽ സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. മലയാളിയായ അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറയുടെ ഹർജിയിലാണ് നോട്ടീസ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള പൊതു താൽപര്യ ഹർജിയിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് മന്ത്രി മാത്യു ടി തോമസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു. അന്താരാഷ്ട്ര വിദഗ്ധ സമിതിയെ കൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഫലപരിശോധന നടത്തിക്കണമെന്ന വാദത്തെ കേരള സർക്കാരിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ എതിർത്തു തോൽപ്പിച്ചുവെന്നത് വസ്തുതാ വിരുദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. വാദിയുടെ അഭിഭാഷകൻ അണക്കെട്ടിന്റെ ബലം വിലയിരുത്തുന്നതിനായി ഒരു അന്താരാഷ്ട്ര വിദഗ്ധ സമിതിയെ കൊണ്ട് ഡാം പരിശോധിപ്പിക്കണമെന്നൊരു സാന്ദർഭിക പരാമർശം കോടതിയിൽ വാക്കാൽ ബോധിപ്പിച്ചിരുന്നു. എന്നാൽ കോടതി ഈ ആവശ്യം അപ്പോൾ തന്നെ തള്ളി. കേരളത്തിലെ മനുഷ്യജീവനുകളെ രക്ഷിക്കുന്നതിനുള്ള കേസാണിതെന്നും ഒരു വിധത്തിലും കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഈ കേസിന്റെ ഭാഗമായി ഇപ്പോൾ പരിഗണിക്കാനാവില്ലെന്നും ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ള ഓഗസ്റ്റ് 24 ഇടക്കാല ഉത്തരവ് കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വെച്ച ആശയമാണ് അണക്കെട്ടിന്റെ ബലപരിശോധന. ആ സ്ഥിതിക്ക് ആ ആവശ്യം വ്യവസ്ഥാപിത മാർഗത്തിലൂടെ സാധ്യമാക്കാൻ ഒരവസരമുണ്ടായാൽ എന്തിനു സർക്കാർ തന്നെ അതിനെ എതിർക്കണം? അത് മാത്രമല്ല, ഹർജിക്കാരന്റെ വാദങ്ങളിൽ ഒന്നൊഴികെ എല്ലാം തന്നെ സർക്കാരിന് സ്വീകാര്യവുമായിരുന്നു. ഇപ്പോൾ കേരളത്തിലുണ്ടായ പ്രളയത്തിനു കാരണം ഡാം തുറന്നുവിട്ടതാണെന്ന വാദം മാത്രമാണ് സർക്കാരിന് വിയോജിപ്പുണ്ടായിരുന്നത്. ഈ വിയോജിപ്പ് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹരീഷ് സാൽവെ ശക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു മാത്രം മറുപടി നൽകണമെന്നതിനാലാണ് പ്രതികരണം വൈകിയതെന്നും മാത്യു ടി തോമസ് കൂട്ടിച്ചേർത്തു. മുല്ലപ്പെരിയാർ ഡാമിന്റെ വാർഷിക അറ്റകുറ്റപ്പണി തമിഴ്നാട് ജനുവരി 3-നാണ് തുടങ്ങിയത്. ആദ്യം അനുമതി നിഷേധിച്ചെങ്കിലും അറ്റകുറ്റപ്പണിയുടെ വിശദാംശങ്ങൾ തമിഴ്നാട് വ്യക്തമാക്കിയതിനെ തുടർന്ന് ഡിസംബർ 11-ന് കേരളം അനുവാദം നൽകുകയായിരുന്നു. ആദ്യം അനുമതി നിഷേധിച്ചെങ്കിലും അറ്റകുറ്റപ്പണിയുടെ വിശദാംശങ്ങൾ തമിഴ്നാട് വ്യക്തമാക്കിയതിനെ തുടർന്ന് ഡിസംബർ 11-ന് കേരളം അനുവാദം നൽകുകയായിരുന്നു. അറ്റകുറ്റപ്പണിക്ക് കേരളത്തിന്റെ അനുമതിയില്ലാതെ ഡിസംബർ 4-ന് തമിഴ്നാട് സാധനങ്ങൾ എത്തിച്ചത് കേരള വനം വകുപ്പ് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ തടഞ്ഞിരുന്നു. ഡിസംബർ 12-ന് വൈക്കത്തു തന്തൈ പെരിയാർ സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എത്തുന്നതിന്റെ തലേന്ന് അറ്റകുറ്റപ്പണികൾക്ക് കേരളം പിന്നീട് അനുമതി നൽകുകയായിരുന്നു. കമ്പത്തു നിന്നുള്ള പെരിയാർ ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ് ജോലികൾ നടക്കുന്നത്. സ്പിൽവേ ഷട്ടർ പ്ലേറ്റുകളുടെ മാറ്റം, പെയിന്റിംഗ്, ക്വാർട്ടേഴ്സിന്റെയും കെട്ടിടങ്ങളുടെയും നവീകരണം എന്നിവയാണ് ഇപ്പോൾ നടക്കുന്നത്.